ഒരു സാധാരണ പൗരൻ എന്ന പരിഗണന മതി ഒരു മാധ്യമപ്രവർത്തകന്. സംസ്കാരമുള്ള ഒരു സമൂഹത്തിൽ ഒരു കേസിൽ അറസ്റ്റ് ചെയ്യപ്പെടുന്നതിനും ചോദ്യം ചെയ്യലിന് വിധേയമാകുന്നതിനും ഒരു രാത്രി ലോക്കപ്പിൽ കഴിയുന്നതിനൊക്കെ ഒരു മര്യാദയും രീതിയുമുണ്ട്, മാന്യമായ ഒരു രീതി. അതാകെ അട്ടിമറിക്കപ്പെട്ട ഒരു ദിവസമാണ് ഇന്നത്തെ വാർത്താ പകലിൽ സംഭവിച്ചത്. ഇത് ധിക്കാരത്തിൻ്റെയും അധികാര ദുർവിനിയോഗത്തിൻ്റെയും പകയുടെയും കേട്ടുകേൾവിയില്ലാത്ത ഉദാഹരണമാണ്. ഇത് ഏതെങ്കിലും ഉദ്യോഗസ്ഥന്മാർ ഈ അതിരപ്പള്ളിയിൽ കേട്ടുകൊണ്ടിരിക്കുന്നെങ്കിൽ അതിനിടയിൽ എനിക്കൊരു തമാശ പറയാൻ തോന്നുന്നു. കാട്ടുപന്നിയുടെ ഇറച്ചിയുടെ സ്വാദ് പോലും ഈ ലോക്കപ്പ് മർദ്ദനത്തിൻ്റെ പിന്നിലുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പന്നിയുടെ ഇറച്ചിക്ക് നല്ല സ്വാദാണെന്നാണ് ഒരു അതിരപ്പള്ളിക്കാരൻ പറഞ്ഞത്. അപ്പോൾ എന്താണെന്ന് അവിടുത്തെ അതിരപ്പള്ളിയിലെ ജനങ്ങൾക്കറിയാം ഞാൻ പറയുന്നതിൻ്റെ അർത്ഥം എന്താണെന്ന്. വനംവകുപ്പിൻ്റെ വ്യാജ പരാതിയിൽ 24 അതിരപ്പള്ളി റിപ്പോർട്ടർ റൂബിൻ ലാലിനെ ഇന്നലെ രാത്രി പോലീസ് അറസ്റ്റ് ചെയ്തത് വീട് വളഞ്ഞാണ്. കൊടും കുറ്റവാളികളെ പോലും ഇങ്ങനെ ചെയ്യുമോയെന്ന് എനിക്ക് സംശയമുണ്ട്. അതേസമയം ഒരുപാട് നരാധമന്മാരായ വില്ലന്മാരും കൊലപാതകികളും ഈ കൂട്ടരുടെ മൂക്കിൻ തുമ്പിൽ വിലസി നടക്കുമ്പോഴാണ് ഇരുട്ടിൻ്റെ മറവിൽ എല്ലാ മനുഷ്യാവകാശങ്ങളും ലംഘിച്ച് സുപ്രീം കോടതിയുടെ അറസ്റ്റ് സംബന്ധിച്ചിട്ടുള്ള അറസ്റ്റ് മെമ്മോ ഉൾപ്പെടെയുള്ള സൗകര്യങ്ങളെല്ലാം അവഗണിച്ച് റൂബിൻ ലാലിനെ പോലീസ് ലോക്കപ്പിൽ കൊണ്ടുപോയി ക്രൂരമായി മർദ്ദിച്ച് വനിതാ പോലീസുകാരുള്ള സ്റ്റേഷനിൽ വിവസ്ത്രനായി നിർത്തിയത്. വലിയ ഒരു സംസ്കാരം ഉണ്ടാക്കിയ ഒരു സമൂഹത്തിൽ പോലീസ് ഇങ്ങനെ ആകണമോ എന്ന് ചോദിച്ചാൽ ഒരിക്കലും ഇങ്ങനെ ആകരുത്. നമ്മുടെ നാട്ടിൽ ഒരുപാട് പീഡനങ്ങളും ദുരിതങ്ങളും ഒക്കെ അനുഭവിച്ചു വന്ന പൊതുപ്രവർത്തകരും നേതാക്കന്മാരും ഒക്കെ ഭരണത്തിൽ വിലസുന്ന ഈ കാലത്ത് ഇതൊക്കെ സംഭവിക്കാമോ എന്ന് ചോദിച്ചാൽ ഒരിക്കലും സംഭവിക്കാൻ പാടില്ല എന്ന് 24 പറയും. മർദ്ദനം എന്നെ കഴുത്തി പിടിച്ച് ഞെക്കിയിരുന്നു. കുറെ നേരം കഴുത്തി പിടിച്ചു. ഇങ്ങനെ സി ഐ ആണ് ഉന്തിയത്. അതെ, അടിവസ്ത്രത്തിലാണ്. ഇത്രയും നേരം അടിവസ്ത്രത്തിലാണ്. ഷർട്ട് പോലും ഉണ്ടായിരുന്നില്ല. എന്നെ വീട്ടിൽ നിന്ന് കയറ്റി കൊണ്ടുവന്നത്. എന്നെ മർദ്ദിച്ചിരുന്നു. വീട്ടിൽ നിന്ന് അസഭ്യം പറഞ്ഞിരുന്നു. തന്നെ ഒരുപാട് അസഭ്യം പറഞ്ഞു. എന്നെ കഴുത്തിന് പിടിച്ച് ഞെക്കി കൊല്ലും എന്ന് പറഞ്ഞു. സി ഐ ആണ് കൊല്ലും എന്ന് പറഞ്ഞേ. സി ഐ എന്നെ വെച്ചേക്കില്ല എന്ന് പറഞ്ഞേ. ഈ അതിരപ്പള്ളിയിലെ CI എന്ന് പറയുന്ന ആൾ അല്പം സർഗബോധമൊക്കെ ഉള്ളൊരു കുരുപ്പുഴക്കാരനാണ് എന്നാണ് ഞാൻ തിരിച്ചറിയുന്നത്. കൊല്ലത്ത് ക്രൈംബ്രാഞ്ച് SI ഒക്കെ ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ സർഗബോധവും അദ്ദേഹത്തിൻ്റെ സാഹിത്യബോധവും ഒക്കെ അദ്ദേഹത്തെ നയിക്കുന്നത് ലോക്കപ്പിൽ മർദ്ദനത്തിനും അതുപോലെ ഒരു മനുഷ്യനെ കൊണ്ടുവച്ച് പീഡിപ്പിക്കാനുമാണ്. അതുപോലെ അയാളെ വിവസ്ത്രനാക്കി നിർത്തി രാവിലെ 9 മണിവരെയും, അതായത് കൊച്ചിയിൽ നിന്നൊരു മേലുദ്യോഗസ്ഥൻ വിളിച്ച് വിവരങ്ങൾ അന്വേഷിക്കുന്നത് വരെ ഇയാൾക്ക് വസ്ത്രം കൊടുക്കണമെന്ന് അതിരപ്പള്ളി പോലീസ് സ്റ്റേഷനിലെ പോലീസുകാർക്ക് ആഗ്രഹം തോന്നിയില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോഴാണ് മേലുദ്യോഗസ്ഥൻ ഒരാളെ അങ്ങോട്ട് അയക്കുന്ന, ഒരു DYSP ഇങ്ങോട്ട് കയറി വരാൻ സാധ്യതയുണ്ട് എന്നറിയുമ്പോൾ ഈ തടവിൽ കിടക്കുന്ന ആളിനൊരു ലുങ്കി ഉടുപ്പിക്കാനുള്ള ശ്രമം നടക്കുന്നു. ലുങ്കി വേണ്ട എന്ന് മനുഷ്യാവകാശ പ്രവർത്തകൻ കൂടിയായ ഈ റൂബിൻ ലാൽ പറയുമ്പോൾ അത് ചിരുകി വയ്ക്കാൻ വരെ പോലീസുകാർ ശ്രമിക്കുന്നു. ഈ ആൻഡ്രിക് ഗ്രോമിക് എന്ന് പറയുന്ന സർക്കിൾ ഇൻസ്പെക്ടർ, ഞങ്ങൾ യഥാർത്ഥത്തിൽ ഈ പോരാട്ടം ഇവിടെ അവസാനിപ്പിക്കില്ല. എന്തൊക്കെയായാലും ഈ അതിരപ്പള്ളിയിൽ വനം വകുപ്പും പോലീസും തമ്മിൽ നടത്തുന്ന ഒത്താശയുടെ ഒരുപാട് ഏടുകൾ ഞങ്ങൾക്ക് അനാവരണം ചെയ്യേണ്ടി വരും. അതിൻ്റെയൊക്കെ പല കാര്യങ്ങളും ഞങ്ങളുടെ കയ്യിലുണ്ട് എന്നുകൂടി ആൻഡ്രിക് എന്ന് പറയുന്ന CI മനസ്സിലാക്കിക്കോളൂ. ഞങ്ങൾ പോരാട്ടം ഇവിടെ തുടങ്ങിയാണ്. ശ്രീകാന്ത് നമുക്കൊപ്പം ചേരുന്നു. പറയൂ ശ്രീകാന്ത്. പകൽ സംഭവിച്ചത് ഇന്ന് നട്ടപ്പാതിരയ്ക്ക് ഉറങ്ങിക്കിടന്ന അമ്മയെ പോലും അറിയിക്കാതെ ഈ അതിരപ്പള്ളിയിലെ സർക്കിൾ ഇൻസ്പെക്ടർ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി ലോക്കപ്പിലിട്ട് പീഡിപ്പിച്ചു എന്ന് മാത്രമല്ല, സംസ്കാര സമ്പന്നരായ പോലീസ് ഓഫീസർ ചെയ്യാത്ത രീതിയിൽ വിവസ്ത്രനാക്കി കേരള പോലീസിന് തന്നെ നാണക്കേടുണ്ടാക്കിയ ഉദ്യോഗസ്ഥൻ. പറയൂ വിവരങ്ങൾ. SKN, ഈ കേസ് ഇതിനു മുൻപ് നമ്മളൊന്നും തന്നെ കേട്ടുകേൾവിയില്ലാത്ത ഒരു സംഭവമാണ്. ഇതിനു മുൻപ് പണ്ടൊക്കെ ഇതിങ്ങനെ പോലീസ് സ്റ്റേഷനുകളിൽ നടക്കാറുണ്ട് എന്ന് കേട്ടിട്ടുണ്ട്. പക്ഷേ ഈ ഇത്രയധികം പുരോഗമനം പറയുന്ന ഒരു സംസ്ഥാനത്ത് ഒരു പോലീസ് സ്റ്റേഷനിൽ നടന്നതൊക്കെ ആരെയും നാണിപ്പിക്കുന്ന തരത്തിലുള്ള കാര്യമാണ്. ഇന്നലെ രാത്രി അമ്മയും മകനും മാത്രമുള്ളപ്പോൾ അമ്മ പോലും അറിയാതെ മകനെ ഈ വീട്ടിലേക്ക് അതിക്രമിച്ച് കയറുന്നു പോലീസ്. അവിടെ നിന്നും ഒരു ഷർട്ട് പോലും ഇടാൻ അനുവദിക്കാതെ പിടിച്ചിറക്കിക്കൊണ്ടു പോകുന്നു. മൊബൈൽ ഫോൺ താഴെ എറിഞ്ഞ് പൊട്ടിച്ച് എടുത്തു കളയുന്നു. പിന്നീട് സ്റ്റേഷനിലേക്ക് കൊണ്ടുവരും വഴി കഴുത്തിന് കുത്തിപ്പിടിക്കുന്നു. സ്റ്റേഷനിൽ കൊണ്ടുവന്നതിന് ശേഷവും കഴുത്തിന് കുത്തിപ്പിടിക്കുകയും മർദ്ദിക്കുകയും അതോടൊപ്പം തന്നെ അസഭ്യവാക്കുകൾ പറയുകയും ചെയ്യുന്നു.
ഒപ്പം ഈ അടിവസ്ത്രം മാത്രം ഇടിയിച്ച് ഒരു GD ചാർജായി ഇരുന്നത് ഒരു വനിതാ പോലീസ് ഉദ്യോഗസ്ഥയാണ്. അവരുടെ മുന്നിൽ വെച്ചാണ് അടിവസ്ത്രം മാത്രം ഇടിയിച്ച ഒരു ചെറുപ്പക്കാരനെ ആ സെല്ലിൽ രാത്രി മുതൽ രാവിലെ വരെ ഈ പോലീസ് ഉദ്യോഗസ്ഥൻ CI ആൻഡ്രിക് നിർത്തിയിരുന്നത് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. രാവിലെ അവരുടെ ഈ റുബിൻ ലാലിന്റെ സഹോദരനും അതോടൊപ്പം തന്നെ നമ്മളും ചെല്ലുമ്പോഴാണ് ഈ CI അവിടേക്ക് പിന്നെയും വരുന്നത്. CI ആ ഘട്ടത്തിലും വളരെ പരുഷമായാണ് സംസാരിക്കുന്നത്. ഫോൺ എടുക്കാൻ തയ്യാറാവുന്നില്ല, ആരോടും സംസാരിക്കാൻ തയ്യാറാവുന്നില്ല, വെള്ളം പോലും കൊടുക്കാൻ തയ്യാറാവുന്നില്ല. ഏറ്റവും ഒടുവിൽ ഈ വാർത്തയായതിനെ തുടർന്ന് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ ബന്ധപ്പെടുമ്പോഴാണ് ഒരു കൈലി ഈ പറഞ്ഞ റുബിൻ ലാലിന്റെ നാണം മറയ്ക്കാൻ ഒരു കൈലി ലോക്കപ്പിലേക്ക് എറിഞ്ഞു കൊടുക്കുന്നത് ഈ പോലീസുകാർ. അപ്പോഴാണ് ശേഷം ഈ റുബിൻ ലാലിനെ ഏതാണ്ടൊരു ഉച്ചയോടുകൂടി കോടതിയിലേക്ക് കൊണ്ടുവരുന്നു. കോടതിയിൽ ജഡ്ജ് ചോദിക്കുന്നു, പോലീസിൽ നിന്നും മർദ്ദനം നേരിട്ടോ എന്ന്. വലിയ കൊടിയ മർദ്ദനം നേരിട്ടെന്ന് റുബിൻ ലാൽ മറുപടി നൽകുന്നു. അത് മൊഴിയായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. റുബിൻ ലാലിന്റെ ജാമ്യാപേക്ഷ കോടതി നാളെ പരിഗണിക്കാനായി വെച്ചിരിക്കുകയാണ്. ഇതിൽ ഒരു തരത്തിലുള്ള നിയമം പാലിക്കാതെയാണ് അറസ്റ്റ് നടന്നത് എന്ന് വ്യക്തമാണ്. കാരണം അറസ്റ്റ് മെമ്മോ നൽകിയില്ല, ഇന്റിമേഷൻ നൽകിയില്ല, ഒപ്പം അഭിഭാഷകനെ ബന്ധപ്പെടാനുള്ള സൗകര്യമടക്കം നൽകിയിട്ടില്ല എന്നുള്ളതും ഇതിൽ എടുത്തു പറയേണ്ടതാണ്. വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് റുബിൻ ലാലിനോടുണ്ടായിരുന്ന തീർത്താൽ തീരാത്ത പക, ആ സ്ഥലത്ത് നിന്നും വനം വകുപ്പ് ഉദ്യോഗസ്ഥർ വരുത്തുന്ന വീഴ്ചകൾ മാധ്യമങ്ങളിൽ അവിടുത്തെ ഒരു മാധ്യമപ്രവർത്തകർ എന്ന രീതിയിൽ വരുത്തിയിരുന്ന കാര്യം, ഇതിനാലാണ് അവർ ഗൂഢാലോചന നടത്തി അവിടെ സ്റ്റേഷനിൽ പോയി ഇരുന്ന് സമ്മർദ്ദം ചെലുത്തി റുബിൻ ലാലിനെ രാത്രിക്ക് രാത്രി അറസ്റ്റ് ചെയ്തതും ഈ സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്ന അടിവസ്ത്രത്തിൽ രാവിലെ വരെ 8 മണിക്കൂറോളം അങ്ങനെ ഇട്ടതും. SKN വലിയ പ്രതിഷേധം അവിടെ ഈ പോലീസ് നടപടിക്കെതിരെ ഉണ്ട്. നാളെ എന്തായാലും കോടതി ജാമ്യാപേക്ഷ പരിഗണിക്കുകയാണ്. ആ ഘട്ടത്തിൽ അറിയാം ജാമ്യം കിട്ടുമോ ഇല്ലയോ എന്നുള്ളത്. SKN. ഓക്കെ, താങ്ക് യു ശ്രീകാന്ത്. നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം, ഒരുപാട് ഈ വനംവകുപ്പിൻ്റെയും പോലീസിൻ്റെയും അതിക്രമങ്ങളെക്കുറിച്ച് വിവരാവകാശ രേഖ സമർപ്പിക്കുകയും രേഖ നേടുകയും അതിനെതിരെ നിരന്തരം പോരാട്ടം നടത്തുകയും ചെയ്യുന്ന ഒരു പരിസ്ഥിതി പ്രവർത്തകൻ കൂടിയാണ് ഞങ്ങളുടെ റിപ്പോർട്ടർ റൂബിൻ ലാൽ. ഞങ്ങൾക്ക് അഭിമാനമുണ്ട് റൂബിൻ ലാലിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ. അയാൾക്കെതിരെ ഒരുപാട് കള്ളക്കേസുകൾ എടുക്കാൻ പോലീസിനെ പ്രേരിപ്പിച്ചിട്ടുണ്ട്. ഇന്നലെ തന്നെ വനംവകുപ്പിലെ കുറച്ച് ഉദ്യോഗസ്ഥന്മാർ ഈ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് സത്യഗ്രഹം ഇരുന്ന് തന്നെ സമ്മർദ്ദം ചെലുത്തിയാണ് ഇത്തരമൊരു FIR, നോൺ ബെയിലബിൾ FIR ഇടിയിച്ചത് എന്ന് ചില സ്വകാര്യ സംഭാഷണങ്ങളിൽ ഈ CI പറഞ്ഞത് ഞങ്ങൾ ഓർമ്മിക്കുകയാണ്. അവിടെ അടിസ്ഥാനപരമായൊരു ചോദ്യം ഞങ്ങൾ ഉയർത്തുന്നു. ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെൻറ്റ് സമ്മർദ്ദം ചെലുത്തിയാൽ എടുത്തുപയോഗിക്കാൻ പറ്റുന്നതാണോ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ നോൺ ബെയിലബിൾ വകുപ്പുകൾ? അതും ഒരു പൗരനെതിരെ. ഈ പൗരൻ്റെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഈ അതിരപ്പള്ളിയിലെ CIയുടെ ഔദാര്യമല്ല, ഇന്ത്യൻ ഭരണഘടന കനിഞ്ഞ് അനുഗ്രഹിച്ച് നൽകിയിട്ടുള്ള സാധനമാണ് എന്ന് CI ആരാണ് പഠിപ്പിക്കുന്നത് എന്നാണ് ഞാൻ ചോദിക്കുന്നത്. വിധി ദിനത്തിൽ 24 മാജിക് ജൂൺ 4 ചൊവ്വാഴ്ച രാവിലെ 5 മണി മുതൽ 24-ൽ.